കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കണോ ചേച്ചി? വെള്ളം മതിയോ? ഇത് നമുക്ക് നോക്കാം. ആയില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ചിലിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് ചക്ക ബിരിയാണി റെസിപ്പി പറഞ്ഞിരുന്ന ചിത്ര ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചിത്ര ചേച്ചി ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പി പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാം. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഇപ്പം ചക്കയുടെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് നമ്മൾ ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. അപ്പം ചക്കയുടെ ഏറ്റവും നല്ലൊരു എല്ലാവരും കളയണ ഒരു ഭാഗമായ ചക്കയുടെ കൂഞ്ഞ്, അതും ചക്കയുടെ കുരുവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു നല്ല ഉച്ചയ്ക്ക് ഊണിന് ഏറ്റവും നല്ലൊരു വിഭവമായ തീയലാണ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പം ചക്കയുടെ കൂഞ്ഞൊക്കെ ഇവിടുത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കയുടെ ഉള്ളിലിരിക്കണേ അതല്ലേ? അതെ, ചുളയുടെയൊക്കെ മേളിലായിട്ട് നമ്മൾ ചെത്തി കളഞ്ഞിട്ടാണല്ലോ എടുക്കുന്നത്. അതെല്ലാവരും സാധാരണ ഡിസ്പോസ് ചെയ്യുക ചെയ്തത്. നമ്മളത് നല്ലൊരു സ്വാദിഷ്ടമായ ഒരു ഉണ്ടാക്കി മാറ്റാൻ വേണ്ടി പോവാണ് അല്ലേ? അപ്പോൾ അതിന് എന്തോരം അളവ് പറയാനാണ് നമ്മളിപ്പോൾ എന്തോരം എടുത്തേക്കണേ? അളവ് നമ്മളിപ്പം ഇതൊരു ഒരു ചക്കയുടെ ഒരു കഷ്ണത്തിലെ കൂഞ്ഞാണിത്. പിന്നെ ഒരു 6-7 കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കൂഞ്ഞെടുത്തിട്ടുണ്ട്. അത് പീസ് ചതുരത്തിലുള്ള ഒരു പീസായിട്ട് കണ്ടിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. അത് ആദ്യം വേവിക്കണം. വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് ഇതും ചക്കക്കുരു കൂടെ ഒന്നിച്ചല്ലേ വേവിക്കണം? അല്ല, ചക്കക്കുരു വെന്ത് പകുതിയാകുമ്പോൾ കൂഞ്ഞിന് ചക്കക്കുരുവിന്റെ അത്രയും വേവില്ല. ചക്കക്കുരു ഒന്ന് വെന്തൊരു പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ കൂഞ്ഞും കൂടെ ഇട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ എടുത്തു വെച്ചേക്കണം അല്ലേ? ഇൻഗ്രീഡിയൻസ് നമ്മുടെ വത്തലമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലി, മീറ്റ് മസാല ആവശ്യമാണ്. ഗരം മസാല, ഉലുവ, മഞ്ഞപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങ അളവ് പറയാനാണ് എന്തൊരു എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന് അരമുറി തേങ്ങയാണോ? അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് നമുക്കിനി ഇതിന് അളവ് കൂടുന്നതനുസരിച്ച് തേങ്ങകൾ തന്നെ കുഴമ്പ് നല്ല വെള്ളം കുറുകി വരാൻ പാകത്തിനുള്ള രീതിയിൽ നമുക്ക് ആവശ്യത്തിന് തീയിൽ വെക്കണം. പിന്നെ എടുക്കണം നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്ലേ? 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ അത് കോമൺ ആണ് കറിവേപ്പില എടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ, കടുക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എടുക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചട്ടിയിലാണ് നമ്മൾ ആദ്യം കുരു ഇട്ട് നമ്മൾ ആദ്യം വേവിക്കാൻ വേണ്ടി പോവാണല്ലേ? അതെ. കുറച്ച് വെള്ളം, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക്. ഉപ്പ് ഒരു സ്പൂൺ വേണോ? ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമുക്കിനി സ്റ്റൗ കത്തിക്കാം അല്ലേ? കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം അല്ലേ? അതിനുശേഷം മൂടി എടുക്കും. ഇത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിന്റെ മേളിൽ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ചക്കക്കുരു ഒന്ന് പയ്യെ എടുക്കുന്നതിന്റെ എടുക്കുന്നതിന് അനുസരിച്ച് അതിന്റെ മേളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ? അപ്പൊ നമുക്കിത് മൂടിക്കാം അല്ലേ? ഇതിപ്പോ വേവ് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും വേവല്ലേ? അപ്പൊ ചക്കക്കുരു ചക്കയുടെ അനുസരിച്ചായിരിക്കും വേവ്. അപ്പൊ ഇടയ്ക്ക് നമുക്ക് വേവ് നോക്കിയാൽ മതി അല്ലേ? അപ്പം ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ള വേറെ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തേങ്ങ അരച്ചെടുക്കാൻ വല്ല ഉണ്ടോ? തേങ്ങ വറക്കണം. അപ്പൊ നമുക്ക് ഇത്ര സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ചൂടാക്കാനായിട്ട് വെക്കാം. തേങ്ങ നമ്മൾ ചൂടാക്കുമ്പോൾ തേങ്ങ മാത്രമല്ല ഇട്ട് കൊടുക്കുന്നുള്ളൂ? തേങ്ങ അല്ല ആദ്യം ഇടേണ്ടത്. ആദ്യം നമ്മൾ വത്തലമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. വത്തലമുളക് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? വത്തലമുളക് തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മല്ലി, പിന്നെ ഉലുവ, അതിനുശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ സാധാരണ തേങ്ങ ബ്രൗൺ കളറായിട്ട് വന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് അല്ലേ? പാത്രം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ മുളകിന് എണ്ണം പറയുകയാണെങ്കിൽ ഒരു 5-6 മുളക് എടുത്താൽ മതി. തേങ്ങയുടെ കൂടെ ഇടുമ്പോൾ മുളക് അത്രയ്ക്കങ്ങ് വറുത്ത് ആയി വരില്ല. അപ്പൊ നമ്മൾ ആദ്യം മുളക് തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മല്ലി അതുപോലെ തന്നെ ആയി വന്നതിന് ശേഷം അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം അല്ലേ? അതെ. അപ്പം ഇത് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് മല്ലി ഇട്ട് കൊടുക്കുവാണോ ചേച്ചി? അതെയോ? മുളക് പയ്യെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ മല്ലി ഇട്ട് കൊടുക്കാം അല്ലേ? മല്ലിയുടെ അളവ് പറയുവാണെങ്കിൽ ഇപ്പൊ എന്തോരാ പറയണ്ടേ? ഒരു വലിയ സ്പൂണിന് 2 സ്പൂൺ. ഫ്ലെയിം കുറച്ച് വെക്കണം. അത് അങ്ങനെ തന്നെ ഫ്ലെയിം നിന്നൊന്നും ഓർത്ത് കുഴപ്പമില്ല. ശരിക്കും ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് ആയി കിട്ടും നമുക്ക്.
ഒരു 5-8 ഉലുവ ചാടാൻ പാകത്തിന് മതി, കുറച്ച് മതി. ഇപ്പൊ മാത്രമല്ല നമ്മൾ ഉലുവ ചേർത്ത്, വേറെ അല്ലാണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കണില്ലല്ലോ. ഇല്ല, ഈ ഉലുവേ ഉള്ളൂ. ഇനിയിപ്പം സാധാരണ ഇങ്ങനെ ഉലുവ ചേർത്തില്ല എങ്കിൽ നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് കറി കടുക് വറക്കാൻ നേരത്ത് ചേർത്താലും മതി, ചേർത്ത് കൊടുത്താലും മതി അല്ലേ. ഇനി നമുക്ക് തേങ്ങ കൊടുക്കാം. തേങ്ങയും കറിവേപ്പിലയും കൂടി കൊടുക്കാം. നമ്മളിത് കൂടാണ്ട് അരയ്ക്കാൻ നേരത്ത് വേറെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. വേറെ കറിവേപ്പില ഇനി ചേർക്കണ്ടേ, നമുക്ക് കടുക് വറുക്കുമ്പോൾ മാത്രം ഒരു ശകലം കറിവേപ്പില ചേർത്താൽ മതി. ഒരിതള കറിവേപ്പില ചേർത്ത് കടുക് വറുത്തെടുക്കാം. നമുക്ക് ഇടയ്ക്ക് ചക്കക്കുരുവും കൂടി നോക്കണം, അതിന്റെ വേവും കൂടി നോക്കേണ്ടതാണ്. ചക്കക്കുരു നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് വേണ്ട ചക്കക്കുരു. ഇതിപ്പോൾ പുതിയ ചക്കയുടെ കുരു ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. ഉണക്കക്കുരു ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇച്ചിരി താമസം വരാനുള്ളൂ. ഇതിന്റെ ഒരു കളർ മാറി നല്ല ബ്രൗൺ കളറാണ്. നമുക്ക് ചക്കക്കുരു ഇപ്പം ഏകദേശം പകുതിയോളം വേവായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് അടുത്തത് ഇത് ഊഞ്ഞിട്ട് കൊടുക്കാം അല്ലേ. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടല്ലോ, ആ വെള്ളം തന്നെ മതിയല്ലേ? ആ വെള്ളം തന്നെ മതി, പാകത്തിനുള്ള വെള്ളമുണ്ട്. ഇനിയിപ്പോൾ ആവശ്യം വന്നാൽ ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വറുത്ത് പൊടിച്ച് അരച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണമല്ലോ. ഇത് വേവായി കഴിയുമ്പോൾ വേവായി കഴിയുമ്പം ഇത് അരച്ച് മാറ്റി വെച്ച് ഈ അരപ്പ് ഇത് മാറ്റൂലോ. ഈ പാത്രത്തിലേക്ക് കടുക് വറുത്തിട്ട് ഈ വെന്തതൊന്നും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കും. അതിനുശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കും. നമുക്ക് ഇതിന്റെ വേവൊന്ന് നോക്കാം. കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കണോ? വെള്ളം മതിയോ? ഇത് നമുക്ക് നോക്കാം. ആയില്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരയ്ക്കാനുള്ള അരപ്പ് ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ചകലത്തിന് കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ ഇത് റെഡിയാവും. നമ്മുടെ ചക്കക്കുരുവും കൂഞ്ഞും എന്തായി നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിപ്പോയി. അപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ ചട്ടിയുടെ ചൂട് കൊണ്ടില്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിടാം. വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തേങ്ങയും ബ്രൗൺ കളറിലേക്ക് അതിന്റെ പരിപാടി നോക്കാം അല്ലേ. ഇതിപ്പോൾ അടച്ചു വെക്കുമ്പോൾ തന്നെ ഇത് ആവി കയറും. നമുക്കിത് ഓഫ് ചെയ്തിടാം തേങ്ങയുടെ ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ പാത്രം ചൂടായി തന്നെ ഇരിക്കുവാണ്. ഒരു 2 ടീസ്പൂൺ എണ്ണ ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ. കാരണം ഈ ചക്കക്കുരുവും കൂഞ്ഞും വഴന്നു വരാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ കൂടുതൽ ഇരുന്നോട്ടെ. ശേഷം കടുക് ശകലം കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് വെച്ചില്ല, കറിവേപ്പില എടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയും. കറിവേപ്പില എന്തൊരു എടുക്കണം? ഒരു 2 മാക്സിമം മതി. മതി ധാരാളം. ഇനി നമ്മൾ ബാക്കി ഇരുന്ന വത്തൽമുളകിനകത്തേക്ക് കടുക് പൊടിക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയാണല്ലേ. നമ്മൾ ആദ്യം 2 വത്തൽമുളക് എടുത്തു, നമ്മൾ 2 മുറിച്ചു. അത് നമ്മളിതിന് കടുക് പൊട്ടുമ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടി തീരുമ്പം നമുക്ക് മുളകിടാം. പിന്നെ കൂടെ കറിവേപ്പിലയും കൂടെ ഇടാം. അതിനുശേഷം നമ്മുടെ ഇത് ചട്ടിയിൽ വേവിക്കാൻ വെച്ചിരുന്നത് ചക്കക്കുരും കൂഞ്ഞും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അല്ലേ. ഒരു 3-4 പച്ചമുളക്. കാരണം ആവശ്യത്തിന് എരിവുണ്ട്. അതുകൊണ്ട് വഴറ്റുമ്പോൾ അത് ഒരുപോലെ തന്നെ നമ്മൾ ഇനി അരയ്ക്കാൻ നേരത്തെ പച്ചമുളക് ചേർക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും ചേർക്കില്ല. അപ്പോൾ നമ്മൾ വെച്ചാൽ അരപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ലേ. ഇത് എണ്ണയ്ക്കകത്ത് ഇടുന്ന ആകുമ്പോഴേക്കും നമുക്ക് ഇത് അരച്ചോണ്ട് വരാം. നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ അരച്ചെടുക്കണം.
ചെറുതായിട്ട് വെള്ളം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടെ ഇനി നമ്മൾ ഇച്ചിരി ഗരം മസാല. സാധാരണ തീയൽ വെക്കുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കും. കൂഞ്ഞൊക്കെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ വെജിന്റെ ഒരു ഇതാണത്. നമ്മൾ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന നോൺ വെജ് ആണ്. അപ്പം അതുപോലെ തന്നെ ശകലം മീറ്റ് മസാല, ടേസ്റ്റ് വ്യത്യാസം അത് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതും കൂടെ ചേർത്തു. ഈ മസാലയുടെ പച്ചയുടെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ചെറു ചൂടിൽ മാറി കിട്ടിയാൽ മതി. അതുപോലെ നമ്മൾ മസാലയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചക്കക്കുരുലും അതുപോലെ കൂഞ്ഞിലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ, കളർ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആയിട്ട് വേണ്ടി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം അല്ലേ. നമ്മൾ അരയ്ക്കാൻ നേരത്തെ അതിനകത്ത് വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. ആദ്യം എങ്ങനെ അരച്ച പൊടി നമ്മൾ പൊടിച്ചിട്ടാണ് അരച്ചത്? ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തതൊന്ന് പൊടിച്ചെടുത്തു, അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിന് ഇച്ചിരി കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശകലം വെള്ളം ഇതിലേക്ക് പാത്രത്തിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മള് ചക്കക്കുരുവിനും കൂഞ്ഞിനും ഉപ്പ് ഇട്ടപ്പോൾ നമ്മളൊരു കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ആവശ്യം അനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് നന്നായിട്ട് കൊമള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ അരപ്പും നമ്മുടെ വഴറ്റിയ ചക്കക്കുരും കൂഞ്ഞും എല്ലാം മിക്സ് ചെയ്തത് ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇത്രയും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം. നമ്മൾ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോൺ വെജ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്, കളറും എല്ലാം കൊണ്ടും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നോൺ വെജ് എന്തായാലും വിഭവമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂഞ്ഞ് തീയൽ റെഡി ആയിട്ടുണ്ട് അല്ലേ ചേച്ചി? റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇനി തീയലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ ചോറ് ചേച്ചി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചോറ് പിന്നെ ഒരു അച്ചാറുണ്ടല്ലോ, മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാർ നമ്മൾ ഇവിടെ ഇട്ട് വാങ്ങിയാണോ? ഇവിടെ വലിയൊരു മാവ് നിൽക്കുന്നുണ്ട് കേട്ടോ, മാങ്ങ ഉണ്ടായിരുന്നില്ലേ അതിലപ്പോൾ. അപ്പോൾ നമ്മളെ ഇപ്പം നല്ല കുത്തിരിച്ചോറും കൂടെ നമ്മുടെ കൂഞ്ഞിൻ്റെ തീയലും ഇച്ചിരി അച്ചാറും എടുത്തിട്ട് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് സംഭവം കൊള്ളാം ചേച്ചി, വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മീറ്റ് മസാലയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ നോൺ വെജ് ആണ് അല്ല വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ പറ്റില്ല, അത് വേറെ ടേസ്റ്റിലാണ് വന്നപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നോൺ വെജ് കഴിക്കണ അതൊരു ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചക്കക്കുഞ്ഞ് കഴിക്കുമ്പോഴാണെങ്കിലും വേറെ നമ്മൾ അല്ലേ, അതൊരു പ്രത്യേകതയാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കഴിക്കാത്തവർക്കുള്ള ഒരു സ്പെഷ്യൽ വിഭവമാണ് അല്ലേ. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനും കണ്ടിട്ടില്ല കേട്ടോ, വേറെ ചാനൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിലും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല അടിപൊളി വിഭവമാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റായിട്ട് അയയ്ക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ അതിൻ്റെ പേജ്. അപ്പം ഇത് അടിപൊളി വിഭവമാണ്. ഇതുപോലത്തെ കുറേ വിഭവങ്ങൾ ചേച്ചിയുടെ സ്റ്റോക്ക് ഉണ്ട്, അതിൻ്റെ റെസിപ്പികൾ ഇനി വരാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.